ഈ ഉമ്മത്തികളെല്ലാം പാപം പൊറുക്കപ്പെട്ട ഉമ്മത്തികളാണ്. ലൈസ അലൈഹാ അദാബുൻ ഫിൽ ആഖിറ, അവർക്ക് ആഖിറത്തിൽ നാളെ കുറ്റമില്ല, ആഖിറത്തിൽ നാളെ ശിക്ഷയില്ല. വഅദാബുഹാ ഫിദ് ദുനിയാ, അവരുടെ ശിക്ഷ ദുനിയാവിലാണ്. ഈ നശ്വരമായ ക്ഷണികമായ ഭൗതിക ലോകത്താണ്. എന്താണ് അവരുടെ ശിക്ഷ? അൽ ഫിതനു വസ്സലാസിലു വൽ ഖത്ലു, കൊല ചെയ്യപ്പെടലാണ്, ഭൂമി കുലുക്കമാണ്, ഭൂകമ്പമാണ്. അൽ ഫിതനു, പ്രശ്നങ്ങൾ ഉണ്ടാകലാണ്. ഈ മൂന്ന് കാര്യത്തിലൂടെ അല്ലാഹു എന്റെ സമുദായത്തെ ദുനിയാവിൽ വെച്ച് പരീക്ഷിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് കൊല നടക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെങ്കിൽ, എന്റെ പൊന്നു സഹോദരാ, ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ നിശ്ചയമാണ്, തീരുമാനമാണ്. ആ തീരുമാനത്തിന് വിധേയരായേ സാധിക്കുകയുള്ളൂ. സ്വർഗ്ഗലോകം അല്ലാഹു നമുക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് 1000 ആണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അൽ ഖത്ൽ, കൊലയുണ്ടാകും. അങ്ങനെയാണ് ഷഹീദ് റിയാസ് വധിക്കപ്പെട്ടത്. കാസർഗോഡ് 8 പേര് വധിക്കപ്പെട്ടത്, 7 പേരോളം വധിക്കപ്പെട്ടത് അങ്ങനെ തന്നെയാണ്. ഇതേപോലെ വധിക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തികൾ ഇങ്ങനെ. പക്ഷെ എന്റെ ഉമ്മത്തികളെ പൂർണ്ണമായി നശിപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം യാത്ര ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് 8 റക്അത്ത് ദുഹാ നമസ്കാരം നടത്തിയിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിനോട് 3 കാര്യങ്ങൾ ദുആ ചെയ്തു. സഹാബാക്കളടക്കം എല്ലാവരും പറയാണ്, ഞാൻ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം യാത്ര ചെയ്തു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു, ദുഹാ നിസ്കരിച്ചു. ദുഹാ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങളിലേക്ക് തിരിഞ്ഞു. നബി തങ്ങൾ ഞങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ 8 റക്അത്ത് നിസ്കരിച്ചു. സഹാബ, ഞാൻ 8 റക്അത്ത് നിസ്കരിച്ചു. ശേഷം ഞാൻ അല്ലാഹുവിനോട് 3 കാര്യം ദുആ ചെയ്തു. സഅൽതു റബ്ബി സലാസ, 3 കാര്യം അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്തു. ഫഅതാനി സിൻദൈൻ, 2 കാര്യത്തിന് അല്ലാഹു എനിക്ക് മറുപടി നൽകി. വമനഅനിഹാ വാഹിദ, 1 കാര്യത്തിന് അല്ലാഹു മറുപടി നൽകിയില്ല. 2 കാര്യം അല്ലാഹു സ്വീകരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ സ്വീകരിക്കാന്ന് പറയാൻ ഉറപ്പല്ലേ? സ്വീകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദുആ ചെയ്തു അല്ലാഹുവിനോട്. 2 ദുആ സ്വീകരിച്ചു, 1 ദുആ സ്വീകരിച്ചില്ല. സഅൽതുഹു അല്ലാ യബ്തലിയ ഉമ്മതി ബിസ്സനീൻ, ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു, അല്ലാഹ് എന്റെ ഉമ്മത്തികളെ പട്ടിണിക്കെട്ട് ദാരിദ്ര്യത്തിൽ അകപ്പെടുത്തി ക്ഷാമം നൽകി നീ അവരെ പരീക്ഷിക്കരുതേ അല്ലാഹ്. ഫഫഅല, അല്ലാഹു ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇല്ല മുഹമ്മദ്, വിഷമിക്കണ്ട. 3 ദുആ ചെയ്തു നബി തങ്ങൾ. 2 ദുആ സ്വീകരിച്ചു, 1 ദുആ തട്ടിക്കളഞ്ഞു. ഒന്നാമത്തെ ദുആ, അല്ലാഹുവേ എന്റെ ഉമ്മത്തികളെ നീ പട്ടിണിക്കിട്ട് നശിപ്പിക്കല്ലേ അല്ലാഹ്, ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാഹ്. ഫഫഅല, അല്ലാഹു അത് സ്വീകരിച്ചു, അല്ലാഹു അത് ഏറ്റെടുത്തു. ഇല്ല മുഹമ്മദ്, ഒരിക്കലും ഇല്ല. ആർക്കെങ്കിലും ഒരു സംശയമുണ്ട്, സോമാലിയിലെ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ പട്ടിണിക്കിട്ട് നശിക്കുന്നുവെങ്കിൽ സമ്പത്തുള്ളവരുടെ സമ്പത്ത് സക്കാത്ത് അത് അവർക്ക് എത്തിച്ചു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു നല്ല സമ്പത്തും അല്ലാഹു നല്ല ഭക്ഷണവും അല്ലാഹു അവർക്ക് നൽകി. അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ ബാധ്യതയാണ്. അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അല്ല, സോമാലിക്കാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം. രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സഅൽതുഹു അല്ലാ യുൽഹിറ അദുവഹും മിൻ അല്ലാ യുൽഹിറ അലൈഹിം അദുവം മിൻ ഗൈരിഹിം, എന്റെ ഉമ്മത്തികളെ അഹങ്കാരികളായ അധികാരികളെ കൊണ്ട് അടിച്ചമർത്തി മുരടോടുകൂടി നീ നശിപ്പിക്കരുതേ അല്ലാഹ്. എന്റെ ഉമ്മത്തികളെ അഹങ്കാരികളായ ഭരണാധികാരികളെ കൊണ്ട് പടച്ചവനെ നീ നശിപ്പിക്കല്ലേ അല്ലാഹ്, പൂർണ്ണമായി അവരെ തകർത്ത് കളയരുതേ പടച്ചവനെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ഫഫഅല, അത് സ്വീകരിക്കുകയും ചെയ്തു. വിഷമിക്കണ്ട, നിങ്ങൾ എല്ലാം വിഷമിച്ചു. ചെറുക്കളത്തുകാരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര വിഷമം. ഉത്തർപ്രദേശിൽ യോഗി കയറിയിരിക്കുന്നു, മറ്റേടത്ത് അവർ കയറുന്നു, ഇനി അടുത്ത രാഷ്ട്രപതി ആവാൻ വേണ്ടി വേറെ മോഹൻ ഭഗവത്തൊക്കെ വരാൻ പോകുന്നു. നമ്മുടെ കാര്യമെല്ലാം കഷ്ടത്തിലാണ്. കഷ്ടം, എന്ത് കഷ്ടം. നമ്മളെന്തിനിപ്പോ അങ്ങനെ പേടിക്കണം? നമ്മൾ അള്ളാഹുൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടി വരുന്നത്. എന്തിനു പേടിക്കണം? അള്ളാഹല്ല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അള്ളാഹല്ല നമ്മളോട് പറഞ്ഞ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്നു. മുരടോടുകൂടി ഉമ്മത്തിനെ നശിപ്പിക്കാൻ പറ്റില്ല. മ്യാൻമറിൽ എത്ര മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുന്നു, പക്ഷെ മുരടോടുകൂടി പൂർണ്ണമായിട്ട് അവർ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമോ? ഇല്ല. നബി തങ്ങളുടെ ദുആയാണ്, ഒരിക്കലും സാധ്യമല്ല.
അങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, അത് ഏറ്റെടുക്കുക. അതിലൂടെ സ്വർഗത്തിലാണ് നേരെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു വഴിയാണ്. വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള ഒരു ഭാഗ്യമാണത്. അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, എന്റെ ഉമ്മത്തികളെ നീ അധികാരികളെ കൊണ്ട് നീ നശിപ്പിക്കരുതേ അല്ലാഹ്, നശിപ്പിക്കരുതേ അല്ലാഹ്. തീർച്ചയായിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മറ്റൊരു ഹദീസ്, ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അആദകല്ലാഹു മിൻ ഇമാറത്തി സുഫഹാ. നാളെ അധികാരികൾ വിയർപ്പിൽ മുങ്ങി കുളിക്കുന്ന ഒരവസ്ഥയാണ്. നാളത്തെ വിഷയം ഇന്നത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ചേർത്ത് ഞാൻ പറയട്ടെ, അധികാരി വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിയർപ്പിൽ മുങ്ങി കുളിക്കുന്ന അവസ്ഥയിൽ നാളെ മഹ്ശറിൽ കൊണ്ടുവരും. എല്ലാ അധികാരികളും വരും നാളെ മഹ്ശറിലേക്ക് വരും. എല്ലാവരും വരും. പള്ളി പ്രസിഡന്റ് വരും, സെക്രട്ടറി വരും, ഖജാൻജി വരും, ഓരോ കമ്മിറ്റി അംഗങ്ങളും വരും, പഞ്ചായത്ത് പ്രസിഡന്റ് വരും, വാർഡ് മെമ്പർ വരും, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയർമാൻ വരും, മുഖ്യമന്ത്രി വരും, പ്രധാനമന്ത്രി വരും, രാഷ്ട്രപതി വരും. എല്ലാ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ രാജ്യങ്ങളുടെയും തലവന്മാരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂട്ടും. അതാണ് മഹ്ശറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, ഐന ബിനാഉൽ മുലൂക്. എല്ലാവരും നിൽക്കാണ്, എല്ലാവരും നിരന്ന് നിൽക്കാണ് മഹ്ശറിൽ. എല്ലാവരും യാ അല്ലാഹ്, എന്തായിരിക്കും രംഗല്ലേ. അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ്, പക്ഷേ അങ്ങോട്ട് കയറുന്നുണ്ട്. എല്ലാവരെയും നാളെ കൊണ്ടുവരും. അധികാരികളൊക്കെ അങ്ങനെ നിരന്ന് നിൽക്കാണ്. ഐന ബിനാഉൽ മുലൂക് ഐനൽ ജബാബിറ. എവിടെ അധികാരി വർഗങ്ങൾ എവിടെ? അധികാരത്തിന്റെ സോപാനത്തിൽ ആമഗ്നരായിരുന്ന ആഹ്ലാദിച്ചിരുന്നവരെവിടെ? അവരുടെ സന്താനങ്ങൾ എവിടെ? അവരുടെ സന്താന പരമ്പരകൾ എവിടെ? മുഖ്യമന്ത്രിമാര്, ഉപമുഖ്യമന്ത്രിമാര്, രാഷ്ട്രപതിമാര്, പ്രധാനമന്ത്രിമാര്, പ്രസിഡന്റുമാര്, ചെങ്കോലും കിരീടവും അണിഞ്ഞിരുന്ന രാജാക്കന്മാരെവിടെ? അധികാരി വർഗമേ നിങ്ങൾ എവിടെ? ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നേ ദിവസം ആരാണ് സംസാരിക്കാൻ അവകാശമുള്ളവർ മുന്നോട്ട് കടന്നു വരട്ടെ. ആർക്കെങ്കിലും വല്ല ആപലാതിയുണ്ടോ, അപേക്ഷയുണ്ടോ? ആർക്കെങ്കിലും വല്ല പരാതിയുണ്ടോ? ആരാണ് അധികാരത്തിന്റെ ഉടമസ്ഥൻ എന്ന് നിങ്ങൾക്കറിയുവോ? ഇന്നേ ദിവസത്തിൽ ഈ കോടാനകോടി ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ മഹ്ശറാവൻ സഭയിൽ പടച്ച തമ്പുരാൻ നമ്മളോട് ചോദിക്കുകയാണ്, ഐനാ ബിനാഉൽ മുലൂക്. അധികാരി വർഗങ്ങൾ എവിടെ? ആരാണ് അധികാരത്തിന്റെ സോപാനത്തിൽ വിരാജിക്കാൻ താല്പര്യമുള്ളവർ? ചോദിക്കുന്നു അല്ലാഹു തആല. കുറേ നേരം ചോദിക്കും, ആര് 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 എവിടെ എവിടെ എവിടെ? ഫലാ യുജീബുഹും അഹദ. ഒരാൾ പോലും മറുപടി പറയൂല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ പടച്ചതമ്പുരാൻ, ജഗത്തിന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ, ഈ ലോകത്തെ സകലമാന ലോകത്തെ സമസ്ത മണ്ഡലങ്ങളെയും നിയന്ത്രിക്കുന്ന നിയന്താവായ പടച്ചതമ്പുരാൻ, ആ നീതിമാനായ ഭരണാധികാരിയായ അല്ലാഹു പറയുകയാണ്, ഇന്നേ ദിവസത്തിൽ ഞാനാണ് പ്രധാനമന്ത്രി, ഞാനാണ് പ്രസിഡന്റ്, ഞാനാണ് സുപ്രീം കോടതി ജഡ്ജി. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഞാനാണ്. ആർക്കെല്ലാം അവകാശമുള്ളവരൊക്കെ പറയട്ടെ, സംസാരിക്കട്ടെ. മുണ്ടാൻ പറ്റൂല, ചലിക്കൂലല്ലോ, പേടിച്ചിരിക്കാൻ. കണ്ണൊക്കെ ഇങ്ങനെ മോളിൽ തെള്ളി നിൽക്കുകയാണ്. ഏത് കോലത്തിലെ വരുന്നൊക്കെ ഞാൻ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. കണ്ണൊക്കെ ഇങ്ങനെ വല്ലാത്ത കോലത്തിലെ തെള്ളി നിൽക്കുകയാണ്, വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. അങ്ങനെ നിൽക്കുമ്പോ ആരും സംസാരിക്കാൻ. അതുകൊണ്ട് അധികാരം അല്ലാഹുവിന്റെ ഒരു അമാനത്താണ്. ആ അമാനത്തിൽ വീഴ്ച വരുത്തിയാൽ നാളെ വിയർപ്പിൽ നിങ്ങൾ മുങ്ങേണ്ടി വരും സഹോദരാ. പള്ളിയാകട്ടെ, അമ്പലമാകട്ടെ, ചർച്ചാകട്ടെ, വീടാകട്ടെ, കൂടാകട്ടെ, നാടാകട്ടെ, അടുക്കളയാകട്ടെ, അന്താരാഷ്ട്ര കാര്യങ്ങളാകട്ടെ, എവിടെയായാലും ലികുല്ലി റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി കുല്ലുകും മിൻ റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി. നമ്മൾ ഏതൊരു ഉത്തരവാദിത്തമാണോ ഏറ്റെടുത്തത്, ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയാൽ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കേണ്ടി വരും. ഈ ഒരു പ്രഭാഷണം ഒരു അമാനത്താണ്. ഇതിൽ ഞാനൊരു വീഴ്ച വരുത്തിയാൽ ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. ഞാനൊരു ഇമാമാണ്, ആ ഇമാമത്തിൽ വീഴ്ച വരുത്തിയാൽ അതിന്റെ പേരിൽ ഞാൻ റബ്ബിന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. എന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്തെങ്കിലും നിലയിൽ അവളെ തൃപ്തിപ്പെടുത്താതെ അവളെ വേദനിപ്പിച്ചാൽ അതിന്റെ പേരിൽ അവൾ പൊരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ ഞാൻ നാളെ
നാളെ റബ്ബിന്റെ കോടതിയിൽ അതിന് സമാധാനം പറയേണ്ടി വരും. ഏതെങ്കിലും ഭാര്യമാർ തന്റെ ഭർത്താക്കന്മാരെ വേദനിപ്പിച്ചാൽ എന്റെ പൊന്നു പെങ്ങന്മാരെ, അതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ വിയർപ്പിൽ കുളിക്കേണ്ടി വരും. എല്ലാ അധികാരികളും നാളെ അങ്ങോട്ട് കൊണ്ടുവരും. പോട്ടെ, അതൊക്കെ നമുക്ക് സമയം പോലെ സംസാരിക്കാം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബാദിറൂ ബിൽ അമാലി സിത്താ, 6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകൾ കൊണ്ട് വ്യാപൃതരാകണേ. അമലുകളിൽ ധൃതി കൂട്ടണമേ, ധൃതി കൂട്ടി നിങ്ങൾ അമൽ ചെയ്യണമേ. അതിൽ ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇമാറത്തുസ് സുഫഹാ, അഹങ്കാരികളായ വിഡ്ഢികളായ വിവരമില്ലാത്തവരുടെ ഭരണമാണ്. ആ ഭരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്തെന്ന് പറയട്ടെ, ഇസ്തിഗ്ഫാഫൻ ബിദ്ദിമാ, ഒരു കാരണവുമില്ലാതെ മനുഷ്യനെ കൊന്നുകളയും സഹോദരാ. ഒരു കാരണവുമില്ലാതെ വെറുതെ ഉറങ്ങിക്കിടക്കുന്നവരെ കൊന്നുകളയും, യാത്ര ചെയ്യുന്നവരെ കൊന്നുകളയും, പള്ളിയിൽ പോകുന്നവരെ കൊന്നുകളയും, വീട്ടിൽ കിടക്കുന്നവരെ കൊന്നുകളയും. ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ടവരാണ്, കുഞ്ഞുമക്കളാണ്, വീടിന്റെ ഉമ്മറപ്പടിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, വന്യവയോധികരായ വൃദ്ധന്മാര് വൃദ്ധകളാണ്, സാധുക്കളാണ്, ആരെയും ദ്രോഹിക്കാത്തവരാണ്, ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കാത്ത പാവപ്പെട്ട മക്കളെ വധിച്ചു കളയുന്നവരെ. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ സമുദായം കാണുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ, കൂടുതൽ നിങ്ങൾ അമൽ ചെയ്യണേ. നിബന്ധനകൾ അധികരിക്കുന്നതിന് മുമ്പ്, നിബന്ധനകൾ കൂടുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുക്കണേ. പോലീസുകാർ അധികരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. അങ്ങനെ പോലീസുകാർ അധികരിക്കുന്ന ഒരു കാലഘട്ടം വരുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് അടുക്കണേ, ഇബാദത്തിൽ വ്യാപൃതനാകണേ. നബിയുനാ റസൂലുള്ളാഹി 6 കാര്യം നബി തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ 3 അതാണ്. പോലീസുകാർ അധികരിക്കും. ഭയങ്കര പോലീസുകാരല്ലേ, എവിടെ പോയാലും പോലീസുകാർ. സദാചാര പോലീസ് ഉണ്ട്, ആളുകൾ പോലീസിന്റെ വേഷത്തിൽ വരും. സാധുക്കൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ പാർക്കിൽ പോയിരുന്ന എഴുന്നേറ്റ് പോയി അടിച്ചോടിക്കാൻ, ഭാര്യയും ഭർത്താവും പോയിരുന്ന കാമുകനും കാമ്യെന്ന് പറഞ്ഞ് അടിച്ചോടിക്കാൻ സദാചാര പോലീസ്. പോകാൻ പറ്റൂല, വരാൻ പറ്റൂല, നാട്ടിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സദാചാര പോലീസ് നമ്മളെ ഭരിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ ഉണ്ടാവുകയില്ല. സദാചാര പോലീസ് റോഡിൽ പോകുന്നതിനൊക്കെ ഭരിക്കാൻ വരും. കാലഘട്ടം പോലീസുകാർക്ക്, ഇവിടുത്തെ നിയമപാലകർക്കൊന്നും അവർ നോക്കൂത്തിലെ പോലെ നിൽക്കും. യുപിയിലെ കാണുന്നതല്ലേ, ഉത്തരേന്ത്യയിലെ കാണുന്നതല്ലേ, നോക്കൂത്തിലെ പോലെ പോലീസുകാർ നിൽക്കും. എല്ലാവരും പോയി അടിച്ചു ഒതുക്കി എല്ലാം തീരാറാവുമ്പോൾ അവരിറങ്ങി 5-6 പേരെ പിടിച്ചോണ്ട് അറസ്റ്റ് ചെയ്തു. സദാചാര പോലീസ് ജനങ്ങളുടെ മേലെ അതിക്രമം നടത്തും. പോലീസുകാർ അധികം ഇഷ്ടം പോലെ പോലീസുകാരുണ്ടാവും. ഇപ്പൊ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ഇവിടെ മൊത്തം പോലീസുകാർ നമ്മളെക്കാളും കൂടുതലും. നിബിധങ്ങൾ പറഞ്ഞ വാക്കാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. പോലീസുകാർ അധികരിക്കും ഖിയാമത്തിന്റെ അടയാളം. അത് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഇബാദത്ത് എടുത്തു. കാരണം പോലീസുകാർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇബാദത്ത് എടുക്കാൻ പോലും സമ്മതിക്കൂല, നിസ്കരിക്കാൻ സമ്മതിക്കൂല. പള്ളിയിലൊക്കെ അവർ കാവലായിരിക്കും, അവിടെയൊക്കെ കാവലായിരിക്കും. അവർ പറയുന്ന സ്ഥലത്തൂടെ മാത്രമേ നമുക്ക് പോകാനും സഞ്ചരിക്കാനും പറ്റൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. നിയമപാലകർ അധികരിക്കുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്തിഗ്ഫാഫൻ ബിദ്ദിമാ, കൊല ചെയ്യുന്നതിനൊന്നും ഒരു വിലയില്ലാതെയാകും. സർവ്വസാധാരണമായിട്ട് കൊല നടക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് കൊന്നത്, എന്തിനാണ് കൊല്ലപ്പെട്ടത്, എന്തിനാണ് വധിക്കപ്പെട്ടത്, എന്തിനാണ് നീ അവനെ കൊല്ലാൻ പോകുന്നത്, ഇതൊന്നും ആർക്കും അറിയില്ല. വെറുതെ കൊല നടക്കും, അത് അധികരിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ വാക്കെന്താ? ഇമാറത്തുസ് സുഫഹാ, സുഫഹാക്കളായ വിഡ്ഢികളായ ഭരണാധികാരികൾ ഉണ്ടാവും. അതാണ് കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു തആല അൻഹു നോക്കി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അആദകല്ലാഹു മിൻ ഇമാറത്തിസ് സുഫഹാ. ഏ കഅബ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ വിഡ്ഢികളായ ഭരണാധികാരികളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. അദ്ദേഹം ചോദിച്ചു, ആരാണ് വിഡ്ഢികളായ ഭരണാധികാരികൾ നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് കഅബ് ഇബ്നു ഉജ്റ ചോദിച്ചപ്പോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമറാഉ, അത് ചില ഭരണാധികാരികളാ, യകൂനൂന ബഅദി, എനിക്ക് ശേഷം അവരെ കടന്നു വരുമത്രേ, ലാ യഖ്തദൂന ബിഹദി, എന്റെ സത്യസന്മാർഗത്തെ അവരെ തടഞ്ഞു നിർത്തും, അവരെ പിൻപറ്റുകയില്ല, വലാ യസ്തന്നൂന ബിസുന്നതി, എന്റെ
ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ അവർ അംഗീകരിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഫമൻ സദ്ദഖഹും ബികദിബിഹിം, അവർ ഒരുപാട് കള്ളപ്രചാരങ്ങളും പ്രചണ്ഡമായ പ്രചാരങ്ങളും അഴിച്ചുവിടും. ആവശ്യമില്ലാത്ത കള്ളത്തരങ്ങൾ പറയുമ്പോ ആരെങ്കിലും അവരെ വിശ്വസിക്കുകയോ വആനഹും അലാ ദുൽമിഹിം, അവർ കാണിക്കുന്ന അധർമ്മത്തിന്റെ പേരിൽ അക്രമത്തിന്റെ പേരിൽ ആരെങ്കിലും അവരെ സഹായിക്കുകയും ചെയ്താൽ ഫൗലായിക ലൈസൂ മിന്നി, അവരിൽ പെട്ടവർ അവർ എന്നിൽ പെട്ടവരെ അല്ല. വലാ വലസ്തു മിൻഹും, ഞാനും അവനിൽ പെട്ടവരെ അല്ല. വലം യരിദു അലയ്യ ഹൗലി, എന്റെ ഹൗലിന്റെ കരയിലേക്ക് അവർ വരികയില്ല. ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല